ഈ രാശമ്മമാരെല്ലാം വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവൻ വിഷമിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. 10-12 വർഷം കുടുംബജീവിതം നയിച്ചിട്ടുള്ളെങ്കിലും മറ്റൊരു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഗൾഫുകാരുടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 വർഷം ജീവിച്ചതിന് തുല്യമാണ് ഞങ്ങളുടെ 12 വർഷത്തെ ദാമ്പത്യ ജീവിതം. ആ ഒരു കെമിക്കലിൻ്റെ ഇതാണ് ആ ലങ്സിൽ ക്യാൻസർ വരാൻ. ലങ്സിലായിരുന്നു ക്യാൻസർ. അവൻ വന്ന് വിവരം അറിഞ്ഞപ്പം കരഞ്ഞത്, എന്നെ അമ്മ സ്കൂളിൽ ഒരുക്കി വിട്ടു, ഈ അഞ്ജനയ്ക്ക് ആര് വിടും, അവൾക്ക് ആഗ്രഹമില്ലേ, അമ്മ ഒരുക്കി വിടണം. 2006 അവൾ മരിക്കുന്നത്. അപ്പോൾ അഭിഷേകിൻ്റെ ബർത്ത്ഡേ വന്ന് 96 10 വയസ്സ്. കീമോ ചെയ്യുമ്പം ലങ്സ് ചുരുങ്ങിപ്പോവും, അവസാനം ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് മരിക്കുന്നത്. കോയമ്പത്തൂർ ഞങ്ങൾ വലിയ ഹോസ്പിറ്റലുണ്ട്, KG ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞാൻ കാണിച്ചാൽ. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടാണ് ചുമ വരുന്നത്, ഒന്നും കുഴപ്പമില്ല, അവർ എക്സ്റേ എടുക്കാനും താല്പര്യമില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അഭിഷേകിന്റെ മനസ്സിലുള്ള സങ്കടത്തെക്കുറിച്ച് അല്ലെ വിഷമത്തെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ബിഗ് ബോസിന്റെ വേദി ഉപകരിച്ചു എന്ന് അതിൽ കൂടെ മാത്രമാണ് അറിഞ്ഞത്. ഞാൻ വിചാരിച്ച അവനും മനസ്സിൽ ഒരു നഷ്ടം തന്നെയാണ്. പക്ഷെ അതിൽ കൂടെയാണ്, ആ മാതൃത്വത്തിൽ നിന്നാണ് അവൻ മനസ്സ് തുറക്കുന്നത്. അതിൽ കൂടെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പൊ അഭിഷേക് അമ്മയെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണ് നിറഞ്ഞില്ലേ ശരിയായിട്ടും? അത് തന്നെയല്ല, ഇപ്പം അവൻ പിന്നെ ഈ രാശമ്മമാരെല്ലാം വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവൻ വിഷമിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അന്നേരം എനിക്ക് മനസ്സിൽ ഭയങ്കര ഇതായി. അമ്മ മാത്രമല്ല, ഇവരുടെ മകളും അല്ലേ. അതേപോലെ തന്നെ ഒരു ദുഃഖമല്ലേ അവനെ എല്ലാവരും ഇപ്പം ഇവന് മാത്രം ആരില്ലല്ലോ, അന്നൊരു മനസ്സിലൊരു വിഷമം. പക്ഷെ എല്ലാ അമ്മമാരും അതേപോലെ തന്നെ കരുതിയില്ലേ അവനെ അകത്ത് കയറിയ അമ്മമാരെല്ലാം അവനെ അതേപോലെ സിജോയുടെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഒന്നും വിഷമിക്കരുത് പറഞ്ഞ അമ്മ പറഞ്ഞു. അതുപോലെ അപ്സരയുടെ അമ്മയാണ് ഭയങ്കരമായിട്ട് അത് ഭയങ്കര ഒരു ഹൃദയസ്പർശിയായിപ്പോയി. കാരണം കയറി ചെന്ന് തന്നെ മോനെ അമ്മ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു വല്ലാത്തത് നമുക്ക് കാണുമ്പോൾ അത് സഹിക്കുന്നില്ല. അവർക്ക് ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട് അവർക്കത് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. ചെന്നപ്പം തന്നെ നോമിനേഷന് വന്നു. അപ്പൊ നിങ്ങൾ ഭയപ്പെട്ടു ശരിയായിട്ട് അവൻ അടുത്ത ആരും അറിയത്തില്ലല്ലോ, ആളാരും അറിയില്ല. പക്ഷെ ആ സമയത്ത് പ്രേക്ഷകർ മൊത്തം അവന്റെ കൂടെ ആയിരുന്നു. വോട്ടിങ് ഇന്നത്തേനേക്കാളും കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ 4 ലക്ഷത്തിനടുത്തേ ഉള്ളൂ. അന്ന് ആ വീക്കിൽ അവന് 6 ലക്ഷം വരെ വോട്ടിംഗ് ഉണ്ടായിരുന്നു. പ്രേക്ഷകർ മൊത്തം അവന്റെ കൂടെ ആയിരുന്നു അന്ന്. പക്ഷെ അതിനെ കുറിച്ച് അറിയാവുന്ന, അതായത് ഇപ്പോഴത്തെ ജനറേഷൻ ആണല്ലോ, അവർക്ക് ആ സബ്ജക്ട് അറിയായിരുന്നു. അവര് അതിന്റെ കൂടെ ആയിരുന്നു. അവൻ പറയുന്ന കാര്യത്തിൽ സത്യം എങ്കിലും അവൻ പറഞ്ഞിട്ട് അവൻ ആ ഒരാളെ അല്ല അവൻ പറഞ്ഞത്, ആ ഒരു മൊത്തം ഇത് പറഞ്ഞുകൊണ്ട് അതിൽ നമുക്ക് വിഷമമുണ്ട്. നമ്മളതിന് അങ്ങനെ ആർക്കില്ല അവൻ പറഞ്ഞത് പോലും എടുത്തത്. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ട് വേറെ നല്ല രൂപത്തിലുള്ളവരുണ്ടല്ലോ, അവർക്ക് അതിൽ വിഷമം ഉണ്ടായിട്ടില്ല. അതിൽ നമ്മളൂടെ ഖേദിക്കുന്നു. ബിഗ് ബോസ് ഇപ്പൊ സങ്കടകരമായ അവസ്ഥയാണ് അമ്മ പറഞ്ഞത്. അതേപോലെ ഏറ്റവും സന്തോഷം തോന്നിയ അവസ്ഥ എന്തുവായിരുന്നു ബിഗ് ബോസിൽ ചെന്ന് മോൻ ചെല്ലുമ്പോ ഏറ്റവും സന്തോഷം തോന്നിയത് ഏത് ദിവസത്തെ? എല്ലാത്തിനും നല്ലതായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് വലിയ സന്തോഷം. പക്ഷെ അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ എന്റെ സ്വഭാവം നന്നാക്കി കൊണ്ടുപോയത്, ഞാൻ മദ്യപിക്കാതിരിക്കുന്നത്, ഞാൻ സിഗരറ്റ് വലിക്കാതിരിക്കുന്നത് ഒക്കെ എന്റെ അമ്മയെ ഓർത്തിട്ടാണെന്ന് പറയുന്നുണ്ട്. മുട്ടയൊക്കെ തിന്നുമ്പോൾ ഞാൻ പറയും, നീ എനിക്ക് മുട്ട തിന്നതേ ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ പറയും, വേറെ ഞാൻ കഞ്ചാവും കള്ളുവൊന്നും അടിക്കുന്നില്ലല്ലോ, അതിലമ്മ അവൻ അഭിമാനിക്കണമെന്ന് എനിക്ക് പറയാം. ഞാൻ മുട്ടയിലേ കൂടുതൽ തിന്നുള്ളൂ, അല്ലാതെ കള്ളും കഞ്ചാവൊന്നും അടിച്ച് ഓരോരുത്തർ എത്ര നടക്കുന്ന സിഗരറ്റും വലിച്ച് അങ്ങനെയൊന്നും ഞാൻ നടക്കുന്നില്ലല്ലോ എന്ന് പറയും. ഫൈനൽ 5 വരുന്ന 5 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെയൊക്കെ പേര് പറയും? ഒന്ന് ജിൻഡോ കുമാർ എന്തായാലും വരും, പിന്നെ സിജോ വരും, ജാസ്മിൻ 3 പേരായി. പിന്നെ ഒന്ന് എന്തായാലും അഭിഷേക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം 4 ആയി. പിന്നെ ഒന്ന് ചില അത് ഒന്നും പറയാൻ പറ്റാത്ത, ചിലപ്പോൾ അർജുനായിരിക്കാം, ചിലപ്പം സായി ആയിരിക്കാം. പെൺപിള്ളേരിലാരും വരാനില്ല. ഇത് പെൺപിള്ളേർ ജാസ്മിൻ മാത്രമേ ഉള്ളൂ. അവര് 3 മാത്രമേ ഉള്ളൂ. ബാക്കി 5ാം സ്ഥാനം നമ്മുടെ മനസ്സിലത്തെ 5ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ 2-3 പേരുണ്ട്. അത് ഇനി പോയ വോട്ടിങ്ങിലേ അറിയാൻ പറ്റുള്ളൂ. ജാസ്മിനോട് സംസാരിച്ചിരുന്നു. ജാസ്മിന് മറ്റേ ചായ ഇടുന്നതിന്റെ കാര്യം ചോദിച്ചു. ചായ ഇടുമ്പോൾ ഇങ്ങനെ തുമ്മിയതൊക്കെ ചോദിച്ചു. ഇല്ല, ഞാനിങ്ങനെ സൈഡ് തിരിഞ്ഞാൽ ഞാൻ കണ്ടു. അത് പിന്നെ ഞാൻ ചായ കൂടി നിർത്തിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ വാഴത്തോട്ടം കണ്ടു. ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇതിവിടെ എപ്പോഴും ജാസ്മിനും ഗബ്രിയും അവിടെ ആണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ആരും ഇല്ലേ, ഇരിക്കാൻ ആരും ആളില്ലേന്ന് ചോദിച്ചു. ഇപ്പൊ അവിടെ ഒഴിഞ്ഞു കിടക്കാന്ന് പറഞ്ഞു. ഇപ്പം പിന്നെ അവരെല്ലാം ഉണ്ടായി. ഇപ്പം ജാസ്മിനും അഭിഷേകും സായിയും അവരെല്ലാം കൂടെ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് സിജോയും എല്ലാവരും സംസാരിക്കുന്നതാണ്. അല്ലാതെ പഴയ പോലെ ഒരു
ഇത് കാണുന്നില്ല അവിടെ. എന്നാലും ജാസ്മിൻ നേരത്തെക്കാട്ടിൽ ഒത്തിരി കുറച്ചുകൂടെ നന്നായി വന്നില്ലേ? വ്യത്യാസമുണ്ട്. പുറത്തുപോയി. അത് മറ്റേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചായിരുന്നു നിന്നിരുന്നേ. അതിനി ഗെയിമിന്റെ ഭാഗമാണോ ഇനി അവരുടെ ഉള്ളിൽ അങ്ങനെ സ്നേഹം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇവരെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു അഭിനയമാണെന്നേ തോന്നുന്നു. കാരണം അവർ രണ്ടുപേരും ഉള്ളപ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഇപ്പം മാറി കഴിഞ്ഞാൽ അതിലൊരു വിഷമമുള്ളതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ജാസ്മിന്റെ ഫാദർ വന്നിട്ട് മാലയും കൊന്തയും ഗബ്രിയുടെ കൊന്തയും അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടിരുന്നോ? കണ്ടിരുന്നു, ലൈവ് ഞാൻ കണ്ടിരുന്നു. അല്ലാതെ ഇദ്ദേഹത്തോട് സംസാരിച്ചിരുന്നോ ജാസ്മിന്റെ അച്ഛനോട്? ഇല്ല, ഞങ്ങള് ചെല്ലുന്നതിന് പിറ്റേന്നാ പറയുന്നത്. ഞാൻ തലേന്നാണല്ല ഞങ്ങള് കാണാൻ പറ്റില്ല. എങ്കിലും ഞാൻ ലോഡ്ജ് വെച്ച് അവരെ കണ്ടിരുന്നു. പക്ഷെ ഈ വിഷയങ്ങളൊന്നും നമുക്ക് സംസാരിക്കാം. കാരണം അതൊരു ഔട്ട് സൈഡ് വെക്കുമ്പോൾ ജസ്റ്റ് ഹായ് പറഞ്ഞു, അതേ ഉള്ളൂ. അപ്പൊ അവിടെ ആ ചെയ്തത് നന്നായി എന്ന് തോന്നുന്നുണ്ടോ? പിന്നല്ല, അത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു ഗെയിമിന് വന്നിട്ട് അവിടെ ഈ ഇങ്ങനെയുള്ള ലെവലിൽ വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് പ്ലാറ്റ്ഫോമിൽ ആവശ്യമില്ലല്ലോ. അതെ, ഗെയിമിന്റെ അവന്റെ ശ്രദ്ധ തിരിക്കുക. അതെ അതെ അതെ. മറ്റു പ്രേക്ഷകര് കുറെ പേര് അവരെ വെറുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. അവിടേക്ക് ഒരു പാവ കൊണ്ടെന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. അറിയാമല്ലോ പാവയുടെ ചരിത്രമില്ല. അറിയില്ല. പാവ കൊടുത്തിരിക്കുന്നത് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ കൊടുത്ത പാവയാണ്. ശരിയാ. ആ പാവയാണ് കൊടുത്തത് ഇതിലേക്ക്. പിന്നെ പറയുന്നത് അവന് പിണങ്ങി പോയി എന്നൊക്കെയാ പറയുന്നത്. നമുക്കറിയില്ല, ന്യൂസ് കണ്ടതാ. പയ്യനാണ് ഇവര് എയർപോർട്ടിൽ കൊണ്ട് വിട്ടത്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അപ്പൊ അവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു ഗെയിമായി ആൾക്കാർ പ്രേക്ഷകരെ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ചെയ്ത ആയിരിക്കാം, അങ്ങനെ വിചാരിക്കാം. എന്തായാലും അഭിഷേക് ആ ഒരു ഇതിന് പോകത്തില്ല, അവൻ പറഞ്ഞാ വിട്ടിരിക്കുന്നത്. പോയിട്ട് കരയാനും പാടില്ല, കരഞ്ഞ് ഉള്ള വോട്ടും പിടിക്കണ്ട, ഇങ്ങനെയുള്ള ഒരു റൊമാൻറ്റിസിലേക്ക് പോകരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞു. പിടിക്കണ്ട. എങ്കിലും ആ നന്ദന കുറച്ച് ഉണ്ട്, കുഴപ്പമില്ല. അതൊരു കുഞ്ഞു പെങ്ങൾ മാതിരിയെ ഞാനും കരുതുന്നുള്ളൂ, അതേ ഉള്ളൂ. അതിനകത്ത് ഏറ്റവും നല്ല സൗഹൃദങ്ങൾ, ഇപ്പൊ നമ്മൾ ഓരോരുത്തരുമായിട്ട് സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങൾ ആരൊക്കെ തമ്മിലുള്ള സൗഹൃദങ്ങളാണ്? അർജുനും ശ്രീതു. പിന്നെ ഈ നന്ദന വന്നിട്ട് ഒരു കുഞ്ഞു പെങ്ങൾ മാതിരി സായി, സിജോ, അഭിഷേക്, ജിൻഡോ ഇവരോടെല്ലാം ഉണ്ട്. അതെ, മൊത്തത്തിൽ ഗ്രൂപ്പായിട്ട് നടക്കുക. പിന്നെ ഫുൾ ടൈം അടുക്കളയിൽ കിച്ചണിൽ നോറയും അപ്സരയുണ്ട്. അത് ഞാൻ കളിയാക്കി, എപ്പോഴും ഇങ്ങനെ കരയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു. പിന്നെ എപ്പോഴും ഒരു ഞാൻ പറഞ്ഞു, ടി വിയിലൊക്കെ വരുമ്പോൾ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ ഉടനെ ഓടി വരും. കാരണം നീ 2 സംസാരം ഉള്ളെങ്കിലും 10 ആക്ഷൻ കാണിക്കും ഇങ്ങനെ കഴിഞ്ഞ്. പിന്നെന്താ പറയുക ഇങ്ങനെ പറഞ്ഞ് ഞാൻ കളിയാക്കി അവളെ. കുഴപ്പമില്ല, നേരിട്ട് സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. എങ്കിലും അങ്ങ് തൊട്ടാപാടിയാ. അന്ന് തന്നെ 100 ട്രിപ്പ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും കരച്ചില്ല. ആ സ്റ്റേജിൽ അവിടെ ഇരിക്കുമ്പോഴും അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴും കരച്ചിലേ ഉള്ളൂ. അതേ ഉള്ളു. അത് എപ്പോഴും എല്ലാവർക്കും സൂക്ഷിക്കണമെന്നില്ല. എല്ലാവരും വിചാരിക്കും അത് വോട്ടിന് വേണ്ടിയിട്ടാണോ എന്നുള്ള ന്യായങ്ങളുണ്ട്. ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരത്തില്ല. അതങ്ങ് വിശദീകരിച്ചങ്ങ് പോവും. പിന്നെന്താ പറയുക എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവും. അഭിഷേക് ശ്രീകുമാർ അധികം മനസ്സ് തുറക്കാത്ത ഒരാളാണ്. ഇല്ല, ചോദിക്കുന്ന കാര്യങ്ങൾ ന്യായമായിട്ടുള്ള സംസാരിക്കും. അങ്ങനെ ഒട്ടും മിണ്ടാതിരിക്കില്ല. അഭിഷേക് ശ്രീകുമാറിനെ എന്തായി കാണാനാണ് ഇപ്പം അമ്മ ആഗ്രഹിക്കുന്നത്? അവനൊരു ജോലിയൊക്കെ കിട്ടി നല്ലതായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കും. അവന്റെ ആഗ്രഹം അതാ. അവൻ സിനിമയിലെ വലിയ ആളാവണം എന്നുള്ള. ജോലിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നീ ജോലിക്ക് പോകണമെന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടമായിട്ടുണ്ട്. ഇല്ല, അത് പറ്റില്ല. ഗൾഫിൽ പോകാൻ പറഞ്ഞാൽ അതും പറ്റില്ല. അവൻ്റെ സ്വപ്നം ഇതിലെന്തെങ്കിലും ആവട്ടെ, അത് മതിയെന്ന് പറഞ്ഞിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞ കല്യാണം കഴിച്ചൊരു കുടുംബം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പിന്നെ ആലോചിക്കാം. അവൻ്റെ സ്വപ്നം ഇതിൽ കൂടെ എന്തെങ്കിലും വന്നിട്ട് മതി എന്നുള്ളത്. എല്ലാവരും അവന് സപ്പോർട്ടുണ്ട്, കൂടെ ഉണ്ട്. എല്ലാം ഒന്നും കുഴപ്പമില്ല. റെക്കമെൻഡ് ചെയ്ത്. അതെ അതെ. നമ്മുടെ ഒരു എറണാകുളത്ത് യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിൽ കൊറോണ സമയത്ത് ബംഗാളികളെല്ലാം പോയല്ലോ. ആ സമയത്ത് കുട്ടി ആർക്കും ജോലിയില്ല, ഒന്നുമില്ല. ഇവൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ 10-35 പിള്ളേരെ അവൻ്റെ കൂട്ടുകാരെ കൊണ്ടുപോയി അവിടെ ഫുള്ള് അക്കോമഡേഷനും ഫുഡും എല്ലാം കൊടുത്ത് ഇവനും ഉണ്ടായിരുന്നു. സൂപ്പർവൈസറായിരുന്നു. ഗ്ലൗസ് എൻ്റെ സിസ്റ്റർ കമ്പനിയാണ്. അവിടെ ഒരു വർഷത്തോളം ആ കൊറോണ സമയം ഫുള്ള് തീരുവോളം അവിടെ തന്നെ ജോലി ചെയ്യുമായിരുന്നു. അവൻ ജോലി ചെയ്യത്തില്ല, അവനല്ല സൂപ്പർവൈസിങ്. അത് കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം വേറെ ഓരോ സ്ഥലത്ത് അവൻ്റെ കഴിവിനനുസരിച്ച് അവൻ അവിടെ ഇവിടെ പറഞ്ഞിട്ട് ജോലി ചെയ്യും. അപ്പം ഞാൻ നിനക്ക് വേണ്ടേ? എനിക്കത് വേണ്ട, എൻ്റെ സ്വപ്നം ഇതെന്ന് പറയാം. അപ്പോൾ ഇവരെല്ലാവരും വഴക്ക് പറയും. എല്ലാവരും പഠിച്ചില്ലേ, നിനക്ക് ഓരോ ജോലിക്ക് പോകേണ്ടതെന്ന് ചോദിക്കുമ്പം
ഞാനും വഴക്ക് പറയാം കൂട്ടത്തിൽ അങ്ങനെ. അപ്പോൾ കുറേ കഴിയുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയും, അച്ഛനൊന്ന് ക്ഷമിക്ക്, എനിക്കൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ടൈം താ, ഞാൻ അതിനിടയ്ക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ 1 വർഷമായി ഇപ്പം ബിഗ് ബോസ് കടന്നു കിട്ടി. അപ്പോൾ അത് അവൻ്റെ ശ്രമഫലം സാമർഥ്യം കൊണ്ട് മാത്രമാണ്. അല്ല നമ്മളാരും അതിനൊന്നും റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ പോകില്ല. അല്ല അവൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് അത് കിട്ടിയത്. കിട്ടണം. ഇപ്പം അവനെല്ലാവരും അറിയുന്ന ഒരാളായില്ലേ ഇത്ര ഇതിൽ കൂടെ, അപ്പോൾ കിട്ടും. അപ്പോൾ അവനിൽ കൂടെയാണ് ഇനിയിപ്പം ഞങ്ങളും അറിയപ്പെടുന്നത്. അടുത്തതാണ് ഈ പ്രാവശ്യം പോയല്ലോ, അടുത്തതാണ് പുറത്തു പോകാൻ സാധ്യതയുള്ള ആളുടെ പേര് ചോദിച്ചാൽ പറയുമോ? സാധ്യത ആൺപിള്ളേരൊന്നുമല്ല, പെൺപിള്ളേരിപ്പം അപ്സരയും അവർക്കൊക്കെ വോട്ടിങ്ങിന് ഇപ്പം നമ്മൾ കാണുന്നതല്ല, വോട്ടിങ് കുറവാണ്. നോറ ഇപ്പോൾ ഈ എലിമിനേഷൻ വന്നില്ല. അടുത്തതിൽ വരികയാണെങ്കിൽ നോറയ്ക്കും അതുപോലെ ഇവർ നേരത്തെ ഉള്ള വെച്ച് നോക്കുകയാണെങ്കിൽ നന്ദനയ്ക്കും എല്ലാം വോട്ട് കുറവാണ്. പക്ഷെ ഇവരാരും ഔട്ടാവരുത്, ഇവരെല്ലാം ലാസ്റ്റ് വരെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അമ്മമാരൊക്കെ അകത്തേക്ക് കയറി വരുമ്പോൾ അഭിഷേക് ഇങ്ങനെ ദൂരെ നിന്ന് അമ്മ വരുന്നതും അവരെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കാണുന്നത് നമ്മുടെ ബിഗ് ബോസിന്റെ ക്യാമറയിൽ കൂടെ നമ്മൾ കാണാം, അവർ കാണിക്കാറുണ്ട്. അപ്പൊ എന്തോ തോന്നുന്നു അന്നേരമാണ് ഒരു വിഷമം. ഭയങ്കര വിഷമം തോന്നിയത്. അത് കണ്ടോണ്ടിരുന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അഭിഷേകിനെ മാത്രം നോക്കാൻ ഇങ്ങനെ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം. ബിഗ് ബോസ് അകത്തുനിന്ന് പോയ കൊള്ളം ഉണ്ടായിരുന്നോ കാണാനായിട്ട്? അങ്ങനെയില്ലായിരുന്നു, എന്നാലും എപ്പോഴും കാണുന്നുള്ളത് കൊണ്ട് ടി വി കൂടെ കാണുന്നുണ്ട്. കാണുന്ന ദിവസം കാണുന്നില്ലേ, കാണാതെ അഭിഷേക് അകത്തേക്ക് കയറുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വാർത്തയുണ്ടായിരുന്നു, അവനെതിരെ കേസും കൂട്ടവുമാണ്, ഇപ്പം അവനെ പുറത്ത് കൊണ്ടുവരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതെന്തായിരുന്നു സംഭവം? അതൊന്നും അങ്ങനെയുള്ള ഒരു കേസും ഇല്ല. അവനിവിടുന്ന് ഇവിടെ നേരത്തെ അഭിഷേക് എന്ന് പറഞ്ഞ് ഇവിടെ അന്വേഷിച്ച് വന്നാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ അറിയാം അഭിഷേകിൻ്റെ വീട് ഇതാണെന്നറിയാം, താമസം ഇവിടെ അറിയാം. അല്ല അങ്ങനെ കേസും കൂട്ടുകൊണ്ട് നാട്ടുകാരറിയില്ലേ, ചുറ്റുവട്ടത്തുള്ളവരെ അറിയത്തില്ലേ? ഒന്നും നമ്മുടെ നാടല്ലേ, മൂടി വെക്കാൻ പറ്റത്തില്ലോ. അതൊക്കെ ചുമ്മാതെ അവരുടെ ഒരു കാരണം അവർക്ക് മറ്റവർക്ക് ഉള്ള ആൾക്കാർ അതിനകത്ത് ഉള്ളിലുണ്ടാവും, അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം. നമുക്കാർക്കും അറിയില്ല. അവനൊരു തെളിവിളി തൊട്ട് ഇവിടുന്ന് 50 മീറ്റർ അപ്പുറത്താണ് പറയര ദേവീക്ഷേത്രം. അവിടെ ഉത്സവത്തിന് അവൻ്റെ കൂടെ പഠിച്ച അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവർ വന്ന് വിളിക്കുക, അഭിഷേക് എന്ന് പറഞ്ഞാലും അവൻ ഈ റൂം വിട്ട് പുറത്തു പോകത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താ പ്രോഗ്രാം നടക്കുന്നത് ഞാൻ ചോദിക്കും. ഞാൻ ഗാനമേളയ്ക്കൊക്കെ വരും അവിടുന്ന്. അവൻ ഗാനമേള എനിക്കറിയില്ല എന്ന് പറയും. അല്ല, ഏത് കേസ് പോയാലും അതിന് സാക്ഷികളും ഇതുണ്ടാവണമല്ലോ. അവനെതിരെ പറയാൻ ഒരാളും അവനെ അറിയുക പോലുമില്ല ഇവിടെ ഉള്ളവർ, പിന്നല്ലേ അവനെതിരെ കേസ് പറയുന്നത്. കടയിലോട്ട് പോയ സമയത്ത് പോയ മോന്റെ അപ്പൂപ്പനാണോ എന്ന് ചോദിക്കുക. അത്ര പോലും വെളിയിറങ്ങിയവൻ ആരെയും അറിയത്തില്ല, എല്ലാരും വന്നിട്ട് പറയും. ഇപ്പൊ എല്ലാരും അറിയുന്നുണ്ട്. അഭിഷേകിന്റെ എതിരാളി എന്ന് പറഞ്ഞാൽ അവിടെ ആരായിരിക്കും? ഇപ്പം ആരുമില്ല. ഇപ്പം എല്ലാവരും എനിക്കൊന്നും ഇപ്പം അവരെല്ലാം ഗ്രൂപ്പായിട്ടുള്ള ടാസ്ക് ആകുമ്പം ഒരു ടീം വൈസ് ഉണ്ട്. അല്ലാതെ അവനങ്ങനെ എതിരാളിയൊന്നും ഞാൻ നോക്കിയിട്ട് അങ്ങനെ ആരുമില്ല. എല്ലാവരും അവരവരുടെ ഇതിനു വേണ്ടി ജയത്തിന് വേണ്ടി അങ്ങനെ ഒരു പോരാളി ഇല്ല ഇവിടെ. ഇതിനകത്ത് ഏറ്റവും എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ അതുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അതെ 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 അമ്മയുടെയൊക്കെ വളർത്തുന്നതിന്റെ ആ ഗുണമാണ്. കാരണം അവരെ വളർത്തേണ്ട രീതി വളർത്തി. ഇവിടെ ഉണ്ട്. റിട്ടയർഡായി വന്നിട്ടുണ്ട്. റിട്ടയർഡായി വന്നു കഴിഞ്ഞായിരുന്നു അഭിഷേകിൻ്റെ അമ്മ ഞാനുള്ള കല്യാണം വരെ നടന്നത്. അത് കഴിഞ്ഞ് പോയിട്ടില്ല, ഇവിടെ തന്നെ. അഭിഷേക് അറൗണ്ട് 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ്, 3rd 4th പഠിക്കുമ്പോഴാണ്. അറൗണ്ട് 8-9 വയസ്സ്, 10 വയസ്സിനുള്ളിൽ. 2006 അവൾ മരിക്കുന്നത്. അപ്പോൾ അഭിഷേകിൻ്റെ ബർത്ത്ഡേ വന്ന് 96 10 വയസ്സ്, റൈറ്റ്, 10 വയസ്സ്. അയാളെ കുട്ടിക്ക് അനിയത്തിക്ക് 1-2.5. അതെ 2 വയസ്സ്. അവൻ ലവക്കൊന്നും അറിയില്ല. അവൻ ഇപ്പം ഇതെല്ലാം പറഞ്ഞ് കേൾക്കുന്നേ ഉള്ളൂ, പറഞ്ഞിട്ട് ഓർമ്മ വരുന്നുള്ളൂ, അല്ലാതെ ഓർമ്മയില്ല, കണ്ടായിട്ട് ഓർക്കുന്നില്ല. അന്നുണ്ടായിരുന്നു, അന്നൊക്കെ ചെറിയ വയസ്സിൽ. ഇപ്പം അതൊന്നുമില്ല. എൻ്റെ കൂടെ അമ്മ 10-12 വർഷം കുടുംബജീവിതം നയിച്ചിട്ടുള്ളെങ്കിലും മറ്റൊരു ഇപ്പം കല്യാണം കഴിഞ്ഞ ഗൾഫുകാരെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 വർഷം ജീവിച്ചതിന് തുല്യമാണ് ഞങ്ങളുടെ 12 വർഷത്തെ ദാമ്പത്യ ജീവിതം. അതിൽ ഇത് സന്തോഷിക്കുന്നു. പിന്നെ എല്ലാം ഒരു വിധിയല്ലേ. അതെ 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 അതെ. പിന്നെ പപ്പയൊക്കെ അവിടെ ജോലി നാഗപ്പൂരായിരുന്നു. അതെ
അവർ അതെ പപ്പയൊക്കെ നാഗ്പൂരായിരുന്നു ജോലി. അപ്പോൾ അവളവിടെ റയമണ്ട്സിലായിരുന്നു ജോലി ചെയ്യുന്നത്. BSc കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ അവിടെ ലാബിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അവിടെ എല്ലാവരും മാസ്ക് വെച്ചിട്ടാണ് ലാബിലിട്ട്. ഞാൻ മാസ്ക് ഒന്നും വെക്കാറില്ല, ഞാൻ അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കെമിക്കലിൻ്റെ ഇതാണ് ആ ലങ്സിൽ ക്യാൻസർ വരാൻ. ലങ്സിലായിരുന്നു ക്യാൻസർ. അപ്പോൾ അതിന് കാരണം കെമിക്കൽ ഇത് ക്വാളിറ്റി കൺട്രോളിങ്ങിലാണ് എല്ലാ റയമണ്ട്സിലൊക്കെ. അതെ. അപ്പോൾ അതിൽ ആ കെമിക്കലിൻ്റെ ഇതുകൊണ്ടാണ് ഈ ലങ്സിൽ ഇത് വന്നത്. പുറത്തറിയുമ്പോഴത്തേക്ക് 4th സ്റ്റേജ് ആയിരുന്നു. അറൗണ്ട് ഒരു 8 മാസം 9 മാസമേ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ മരിച്ചു. അതറിയാം, അവനറിയാം. അവൻ കണ്ടിരുന്നു. അവന് ഇപ്പോൾ 4th സ്റ്റാൻഡേർഡ് പഠിക്കാൻ നല്ല ഓർമ്മയുള്ള സമയം. മോക്കറിയില്ല, അവൾക്ക് അറിയില്ല. അന്ന് ഓർമ്മയുണ്ട് മോക്ക്. വളർന്നു വന്നപ്പോൾ അവൾ അങ്ങനെയുള്ളൊരിതില്ല. അല്ല, ലങ്സിനകത്ത് ക്യാൻസറാണ്. പക്ഷെ അതിന് കീമോ ചെയ്യുമ്പം ലങ്സ് ചുരുങ്ങിപ്പോവും. അവസാനം ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് മരിക്കുന്നത്. പക്ഷെ നമുക്കറിയില്ലല്ലോ, അവർ പറയുന്നില്ലേ, ഡോക്ടേഴ്സ് പറയുന്നില്ലേ 4th സ്റ്റേജാണ്, കീമോ എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ്. ലേക്ക് ഷോറിൽ PV ഗംഗാരൻ ഡോക്ടറായിരുന്നു. ചുമയുണ്ടായിരുന്നു. അങ്ങനെ തുടക്കം വൃശ്ചിക മാസം. പക്ഷെ ആദ്യത്തെ ഒരു വർഷം ഇവിടെ വന്നപ്പോൾ ഇവർക്ക് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീമാനോട് പറഞ്ഞു അത് അവിടെ വെള്ളത്തിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു. തണുപ്പായിരുന്നു. ഇവരങ്ങ് പോയി. പിന്നെ അടുത്ത വർഷം പിന്നെയും വന്നു. അപ്പോഴും ഇവർക്ക് നല്ലത്. അപ്പോൾ എനിക്ക് സെഞ്ചുറിയിലൊക്കെ നല്ല പരിചയമൊക്കെ ഉണ്ട്. സെഞ്ചുറി ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ ആദ്യത്തെ വർഷം വന്നപ്പോൾ അവിടെ ഡോക്ടർ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇപ്പോൾ ഇവിടെ വന്ന് പരിശോധിച്ചു. അവരിപ്പോൾ നാളെ കോയമ്പത്തൂർക്ക് പോകുമല്ലേ, അപ്പോൾ അവിടെ വലിയ ഹോസ്പിറ്റൽ അവിടെ കാണിച്ചാൽ മതി. പക്ഷേ അന്ന് നോക്കിയിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ അടുത്ത വർഷം കണ്ടുപിടിച്ച 4th സ്റ്റേജായി, ലാസ്റ്റ് സ്റ്റേജായി. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും കൊണ്ടുവരുന്നപ്പോഴാണ് വലിയ സെക്യൂരിറ്റിക്കാരെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ് ആ ഡോക്ടറോട് പറഞ്ഞ് കംപ്ലീറ്റ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോയമ്പത്തൂർ ഞങ്ങൾ വലിയ ഹോസ്പിറ്റലുണ്ട്, KG ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ കാണിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടാണ് ചുമ വരുന്നത്, ഒന്നും കുഴപ്പമില്ല, അവർ എക്സ്റേ എടുക്കാനും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വിധിയാണെന്ന് വിചാരിക്കാം. അതെ, അന്ന് ഞാൻ കോയമ്പത്തൂരാണ്. ഞങ്ങളെല്ലാം കോയമ്പത്തൂരായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ സർജിക്കൽ ഐറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. മാനുഫാക്ചറിങ്ങും ഉണ്ട്, ഡീലിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ KG ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫേസ് മാസ്ക്, ഗ്ലൗസിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കെയർ ഓഫിലാണ് അവിടെ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഇവിടുത്തെ കാലാവസ്ഥയുടെ തണുപ്പിൻ്റെയാണ്, അത് കുഴപ്പമില്ല, അത് മാറിക്കോളും എന്ന്. നമ്മളും അതാണെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ സഹിക്കാൻ വന്നപ്പോഴാണ് ഇവിടെ നാട്ടിലിവിടെ മകരവിളക്ക് സമയത്ത് വന്നിട്ട് അന്ന് ഞങ്ങൾ ഇവർ റാന്നിയിലാണ് താമസിച്ചത്. അപ്പോൾ അത് പഠിക്കക്കൂടാണ് ഈ തിരുവാഭരണം കൊണ്ടുവരുന്നത്. അതെല്ലാം കണ്ടിട്ട് പോകുമ്പോഴാണ് സെഞ്ചുറി കയറി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ എക്സ്റേ എടുത്തപ്പോൾ അവർക്കൊരു ഡൗട്ട് വന്നു. അങ്ങനെ അന്നേരം തന്നെ സ്കാൻ ചെയ്തു. ഉച്ച കഴിഞ്ഞ് ബയോപ്സി ചെയ്തപ്പം പറഞ്ഞു ഇന്നതാ. അങ്ങനെ എവിടെ അമൃതയിലോ ലേക്ക് ഷോറിലോ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ PV അങ്ങനെ ഡോക്ടർ ലേക്ക് ഷോറിൽ കൊണ്ടുപോയി. അവിടെ 7-8 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തുള്ളൂ. 4th സ്റ്റേജ് അവർ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ ഉള്ളതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു മാസം പെയിനൊന്നുമില്ല. ലാസ്റ്റ് ഒരു മാസം ഈ കീമോ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ദിവസം. പിന്നെ ലാസ്റ്റിൽ വന്നിട്ട് ആ ഒരു മാസം, പിന്നെ ലാസ്റ്റ് ഒരാഴ്ച നല്ല ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. അത് പിന്നെ ആ ലാസ്റ്റ് ഒരു ദിവസം അനുഭവിച്ചു. ഞാനന്ന് കോയമ്പത്തൂരായിരുന്നു. ഞാൻ വിളിച്ച് വരുമ്പോൾ ലാസ്റ്റ് സ്റ്റേജായിരുന്നു. പക്ഷേ ഈ 9 മാസം ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് മൊത്തം ആരുമില്ല. ഞാൻ തന്നെ അവളെ കൊണ്ടുപോകും വരികയും ചെയ്തേ. വേറെ ആരെയും അഡ്മിറ്റ് ആകുമ്പോഴും ഞാൻ തന്നെ ശുശ്രൂഷിക്കുന്നതല്ല. വേറെ ആരെയും റൂമിൽ നിന്നില്ല, ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് അത് മരിക്കുന്നത് ഒരു ദീപാവലിയുടെ റംസാനും എല്ലാം കൂടെ വരുന്ന 2006 ഒക്ടോബർ 24 മരിക്കുന്നത്. റംസാനൊക്കെ ആയിരുന്നു അന്ന്. അതിന് തലേന്ന് ദീപാവലി ആയിരുന്നു. ഇല്ല അഭിഷേക് ഇവരുടെ കൂടെ ആയിരുന്നു. ഞങ്ങളായിരുന്നു ഹോസ്പിറ്റലിൽ. പക്ഷേ വന്നിട്ട് പോകുമ്പോഴെല്ലാം കാണുന്നുണ്ട്. ദീപാവലിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അവൻ്റെ വല്യമ്മയെന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേച്ചിയുടെ ആ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതെല്ലാം കണ്ട് സന്തോഷമായിട്ടാണ് അന്നേരം ശ്വാസം എടുക്കാൻ വയ്യ, ശ്വാസം മുട്ടലായിട്ട് അങ്ങനെ പിന്നെ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അഭിഷേകനറിയാം അസുഖമുണ്ടെന്നറിയാം. ഇന്ന അസുഖം അന്ന് 3rd സ്റ്റാൻഡേർഡ് പെർസെൻറ്റേജ് പഠിക്കുന്നില്ലേ ഉള്ളൂ. സന്തോഷം അവൻ കണ്ടിരുന്നു, എല്ലാം ലാസ്റ്റ് കണ്ടിരുന്നു. പിന്നെ മരിച്ചു വന്നപ്പം പിന്നെ എങ്കിലും അവൻ അന്നും കരഞ്ഞില്ല.
അവൻ വന്ന് വിവരം അറിഞ്ഞപ്പം കരഞ്ഞത്, എന്നെ അമ്മ സ്കൂളിൽ ഒരുക്കി വിട്ടു, അഞ്ജനയ്ക്ക് ആര് വിടും, അവൾക്ക് ആഗ്രഹമില്ലേ അമ്മ ഒരുക്കി വിടണം, അങ്ങനെ സങ്കടപ്പെട്ട് ഒന്ന് കരഞ്ഞതേ ഉള്ളൂ. പിന്നെ അവൻ ആ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോഴോ അടക്കം ചെയ്യുമ്പോഴോ ഒന്നും കരഞ്ഞില്ല. അവൻ ധൈര്യം എല്ലാം കൂളായിട്ട് നിന്ന് അവനാണ് ഈ ചിതയ്ക്ക് തീ കൊളുത്തി എല്ലാം ചെയ്തത്. അഭിഷേക് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എന്നെ സ്കൂളിൽ വിടാൻ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ഇനി അനിയത്തിയെ അവൾക്ക് ആഗ്രഹമില്ലേ അമ്മ ഒരുക്കി വിടണമെന്ന്, അവൾക്ക് അങ്ങനെ സ്കൂളിൽ പോകണമെന്നില്ലേ. അതൊരു നമ്മുടെ ഒരു ഹൃദയത്തിൽ തട്ടുന്ന ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു വാക്കാണ്. അന്നേരം അവൻ കരഞ്ഞുള്ളൂ, അത് കഴിഞ്ഞിട്ട് അവൻ കരഞ്ഞിട്ടില്ല. അതെ അതെ. അവനാണ് ബാക്കി കർമ്മങ്ങളെല്ലാം അവനാ ചെയ്തേ. കൂടുതലായിട്ട് അവൻ നിന്ന് പറയുന്നത് കേട്ട് നിന്ന് ചെയ്യുക ചെയ്തേ. അത് ഉണ്ട്. ഇവനെ പഠിപ്പിക്കുന്ന ആ സമയത്ത് ചുമയുണ്ടായിരുന്നു. കോയമ്പത്തൂർ വെച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ അത് അപ്പോഴും നമ്മളറിയുന്നത് ഈ തണുപ്പ് കൊണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചേ ആ സമയത്ത്. അന്നേരം പഠിപ്പിക്കാം. ഉണ്ട് എന്നിട്ട് ചുമച്ചിട്ട് പോയി വാഷ് ബേസിനിൽ ഇങ്ങനെ തുപ്പുന്നത്. അപ്പോൾ അവൻ വിചാരിക്കും ബ്ലഡാണെന്ന് അറിയുന്നേ. പക്ഷെ അതും ഉണ്ടായിരുന്നു, മിക്സ് ചെയ്തായിരുന്നു തൊണ്ട ഇതൊക്കെ ആയിട്ട് വരുന്ന. അങ്ങനെ പോയി ഇത് ചെയ്യുന്നതൊക്കെ അവൻ കാണുന്നുണ്ട്, അറിയാം. പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം. അതിനകത്ത് ഒരു സിമ്പതിക്ക് വേണ്ടി അങ്ങനെയുള്ള ഉദ്ദേശമല്ല, അത് ഇതുവരെ പറഞ്ഞിട്ടുമില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ സംഗതിയെല്ലാം സത്യമാണ്. ഇതിപ്പോ ഞാൻ ഇത്രയും പ്രാവശ്യം ഞാൻ ചേട്ടനോട് ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടാണ് ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. കാരണം ആ അമ്മയെ കുറിച്ചുള്ള അറിയാൻ ആൾക്കാരുടെ ഒരു അതുകൊണ്ട് ചോദിച്ചാൽ. കാരണം ഒരമ്മയുടെ മരണം അത് അവനിൽ എത്രമാത്രം മാനസിക വിഷമം ഉണ്ടാക്കി എന്ന് അതും ജനങ്ങൾ അറിയണം. അത് എല്ലാവരും അറിഞ്ഞതാണല്ലോ. അപ്പൊ അതുകൂടെ കൂടുതൽ അറിയേണ്ട വന്നോട് ഞാൻ ചേട്ടനെ നിർബന്ധിച്ചത്. അതായത് വിഷമം നിങ്ങൾ ഇതിന്റെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ രണ്ടാമത് ചോദിച്ചു, എന്നോട് ചേട്ടൻ നേരത്തെ ഒരു കഥ പറഞ്ഞില്ല, പറയുന്നു പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്. സോറി. ഓ കുഴപ്പമില്ല.